സ്റ്റാർട്ട്. അത്യാവശ്യം കാണുന്നില്ല അതോ റെഡി. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. 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 Good spirit, please come. 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 PR വന്ന. Good spirit, Please come. 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 PRA Spirit, Ra. Good spirit, please come. Good spirit, please come. Good spirit. Raxo. Ram. spirit, PRAM. please come. Good spirit, please come. കൈവേന എടുക്കണം. Good spirit, please come. Yes, റംസോ. Yes, ഇത് തന്നെ Good spirit, please come. Good spirit, please come. നിങ്ങളത് പറഞ്ഞുകൊണ്ടിരിക്കേ. Good spirit, please come. Good spirit, Good spirit, please come. Good spirit, please come. Good Good spirit, spirit, please please come. come. Good spirit, please come. From CEO. Good spirit, please come. Good നമുക്ക് spirit, ആദ്യം ഒരു കാര്യം Please ചെയ്യാം. come. എങ്ങനെ മരിച്ചു എന്ന് ചോദിക്കാം. പറഞ്ഞ ഇത് ആള് ബ്രംസ് വരും. പരമേശ്വരൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. റംസ് ഇതെന്താണ് റാപ്പറാ PRAMSE വന്നത്. പ്രംസി പ്രംസി. ഓക്കെ പെണ്ണാണോ? പെണ്ണ അല്ല ഓ എനിക്ക് തോന്നുന്നത് ഒരു ആണാണ്. ഒരു എന്താ പേര്? 60 വയസ്സിന്റെ മേലൊരാളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പ്രംസി എന്ന പേര് അല്ലല്ല, പരമേശ്വരൻ എന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ മരിച്ച ആളുടെ പേര്. ആണോ? ശരിക്കും ഞാൻ പറഞ്ഞു. അല്ലല്ല അങ്ങനെ എനിക്ക് വേണമെങ്കിൽ അല്ല എന്താ പറയാ, പല പേരും പറയാം. ഇല്ല ഇപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല മാഷെ. പേര് നമുക്ക് മാറ്റാൻ പറ്റില്ല. നമുക്കിത് ഇപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഫീൽ ചെയ്തത് പരമേശ്വരൻ എനിക്ക് അയാളെ രൂപം കിട്ടുന്നുണ്ട്. അയാളെ രൂപം കിട്ടുന്നുണ്ട്. എങ്ങനെയായിരിക്കും? ഒരു പ്രായമുള്ള ഒരാളാണ്. ഓക്കെ, താടി നരച്ചിട്ടുണ്ട്, മുടിയും നരച്ചിട്ടുണ്ട്, അതിന്റെ highlight എന്താണെന്ന് അറിയോ? കറുത്ത് വെളുത്തിട്ട്. എത്ര വയസ്സുണ്ട് നമുക്ക് ചോദിക്കാം. അയാൾക്കൊരു ഓക്കെ, അങ്ങനെ ഞങ്ങൾക്ക് തോന്നുന്നു. ഓക്കെ. അറിയൂ ഇംഗ്ലീഷിൽ ചോദിക്കാം. ഇംഗ്ലീഷ് അറിയണ്ടാവില്ല. പരമേശ്വരേട്ടന് ഇംഗ്ലീഷ് അറിയില്ല. എല്ലാം ഞാൻ വീണ്ടും പറഞ്ഞതറിയോ, നമ്മള് ഒരു വരിയോ വന്നതോ അല്ല, അതിനെ വീണ്ടും ചെയ്ത് കളിയാക്കരുത്. ഓക്കെ, പരമേശ്വരന് എത്ര വയസ്സെന്ന് നമ്മൾ ചോദിക്കുന്നത് വെച്ചാൽ മലയാളത്തിലും ചോദിക്കാം, ഇംഗ്ലീഷിലും ചോദിക്കാം. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ചോദിക്കുന്നത് ഹൗ ഓൾഡ് ആർ യു? അല്ല, ആദ്യം ഇത് വിളിക്കണ്ടേ? ഗുഡ് സ്ക്രിപ്റ്റ് പ്ലീസ് കം. ഗുഡ് സ്ക്രിപ്റ്റ് അല്ല, ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. വന്നല്ല, ആള് വന്നില്ലേ? ആള് വന്നോ? ഒരു മിനിറ്റ്, എനിക്കത് ഫീൽ ചെയ്യണം വന്നത്. ഓക്കെ, ഫീൽ ചെയ്യുന്നില്ല. ഒന്നും പോയിക്കൊണ്ടിരിക്കുകയാണ്. കരണ്ട. Good spirit, please come. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. വന്നല്ല, അതിനെ പറയണ്ട. പരമേശ്വരേട്ടൻ വന്ന്. ഹൗ ഓൾഡ് ആർ യു? അതുകൊണ്ട് അറിയൂ പരമേശ്വരേട്ടൻ. How old are you, Parameshwar? 58 വയസ്സ്. 58 വയസ്സ്. അപ്പൊ suicide അപ്പൊ മരിക്കുമ്പോഴുള്ള പ്രായം 58. മരിക്കുമ്പോഴുള്ള പറയാനാണ് ഈ പറയുന്നത്. ഇനിയിപ്പോൾ നമുക്ക് എങ്ങനെ നമുക്ക് ചോദിക്കാം, എങ്ങനെയാണ് മരിച്ചെന്ന് ചോദിക്കാം. ഹൗ ഡിഡ് യു? ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. Good spirit please come. Good spirit please come. How did you die? How did you die? How did you die? How will you die? Keo. Keo. അയ്യോ കില്ലിടെ ഇരിക്കും. കില്ല്. അതായത് അതിനാണെന്ന് പറയുന്നത്. ആരാ? പരമേശ്വരേട്ടൻ. അതെ, എന്തിനു കൊല്ലണം? എന്താ കാരണം ചോദിക്കാൻ പറ്റൂല. റീസൺ ചോദിക്കും. റീസൺ. ഗുഡ് വാട്ട് ഈസ് വൈ? വാട്ട് ഈസ് ദ റീസൺ ഓഫ് യുവർ കില്ലിംഗ്? ഓക്കെ, എന്തും ഇംഗ്ലീഷാണ്. അത് സ്പിരിറ്റിനോട് ഇങ്ങനെ ചോദിക്കും. അങ്ങനെ പറയാം. ക്ലിയർ ആയിട്ട് ചോദിക്കണം. പറയാൻ പറ്റില്ല. ചീത്ത പറയണ്ട. ഗ്രാമർ മിസ്റ്റേക്ക് ഇതാക്കാൻ വേണ്ടി ഇത് പ്രൊഫസറല്ല, പീഡിയൊക്കെ നടത്തിക്കൊണ്ടിരുന്ന പരമേശ്വരേട്ടനാ. ഇവരുടെ അടുത്ത് അങ്ങനെ പറഞ്ഞാൽ മതി. നമ്മള് ഞാനൊന്നും പറയരുത്. ഒരു ആത്മാവിനോട് ചേർത്ത് വളരെ മോശമായി അല്ല, അങ്ങനല്ല. ഞാൻ
അല്ലേ? ഇല്ല ഇല്ല സോറി വാ. ഓക്കെ. അപ്പൊ എന്തായിരുന്നു? ഗുഡ് സ്ക്രിപ്റ്റ് അല്ല ഗുഡ് സ്പിരിറ്റ് Please come. ഗുഡ് സ്പ്രൈറ്റ്. അല്ല, Good spirit. എന്തിനു മരിച്ചു എന്നല്ലേ? ആ വൈ ഡു യു ഡൈ. Why you die? അത് കില്ലെന്ന് പറഞ്ഞില്ലേ? ആര്? അപ്പൊ ഓക്കെ ആരാ കൊന്നേന്ന് ചോദിച്ചാലോ? ഓക്കെ. അല്ല എന്തിനാ കൊന്ന? ആരാന്നും ചോദിക്കരുത്. Why did you kill? ഇയാൾക്ക് ഭാര്യ മക്കളും ഉണ്ടോന്ന് പറഞ്ഞോടെ നമുക്ക്? അല്ല, അത് നമുക്ക് അതിനൊന്നും ആവശ്യമില്ല. ഇതെന്താണത് സെൻസ്? എന്തിന് കൊന്നു? ഇനിമേലേക്കാണല്ലോ പോണ്. വൈ ഡിഡ് യു ഡൈ? മണി മണിയോ എന്നെ ഈ എവിടെയാ? ചിരിക്കരുത്. ഇത് വന്ന ആളെ തിരിച്ചു പറഞ്ഞയച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യുള്ളൂ? ഇതിവിടെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇയാള് പോരാ. നമുക്ക് വല്ല പെണ്ണിനെ ആയിട്ടാ കിട്ടോ? ഞാൻ വീണ്ടും പറയണം എന്താന്ന് വെച്ചാല് അങ്ങനെ തെരഞ്ഞെടുക്കാൻ പറ്റുന്ന പരിപാടിയല്ല ഇത്. ഈ മരമൂലം കാണാനായിട്ട് ഈ 10-60 വയസ്സുള്ള കളവനെ കാണാൻ എന്തിനാ? പക്ഷെ എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ, അയാള് നമ്മളോട് എന്തൊക്കെയോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. അയാൾ എന്തുവാണ് കമ്മ്യൂണിക്കേറ്റ് നിങ്ങൾ ഒരു മന്ത്രവാദിയല്ല, ഒരു പെണ്ണിനെ സെറ്റാക്കിത്താ. എന്റെ ഇന്നലെ ഉണ്ടായ ഒരു പെണ്ണ് പോയി. അല്ല, അനക്ക് ലൊക്കാൻ്റെ തുടങ്ങലുണ്ട് പണി. അല്ല ഈ കളവനെല്ലാം കിട്ടിയിട്ട് എന്താ? ആ 60 വയസ്സായ വ്യക്തിക്ക് നമ്മോട് എന്ത് പറയാനുണ്ട് നമുക്ക് അറിയണ്ടേ? എന്തിനാ അറിയുന്നത്? അല്ലെങ്കിൽ അയാളെ വെറുതെ വിളിച്ചു ഇൻസൾട്ട് ചെയ്ത പോലെ ആവില്ല അത്. അല്ല നമുക്ക് അടുത്താളെ വിളിച്ചൂടെ? അതെ, വിളിക്കാനാണെങ്കിൽ അത് കുറച്ച് സമയം എടുക്കും. അല്ല അടുത്താളെ സെമിയറിന് ഫുൾ ടൈം പെണ്ണ് എന്നുള്ള വിചാരമുള്ളോ? അല്ല അങ്ങനല്ല. കല്യാണം കഴിഞ്ഞോ? ഇവനാരും കൊണ്ട് കൊടുക്കാ? ഇതിനൊരു വലിയ സത്യങ്ങൾ. ചേട്ടൻ കല്യാണം കഴിഞ്ഞാ? ഏത് ചേട്ടന് ഇല്ല, പെണ്ണ് കെട്ടാൻ പാടില്ല. എനിക്ക് ആത്മാക്കളോട് സംസാരിക്കണം. അതൊന്നല്ല സംഭവം, കിട്ടിയില്ല. എനിക്ക് ഇഷ്ടം പോലെ പെണ്ണ് കിട്ടും. പക്ഷെ എനിക്ക് ആത്മാക്കളോട് സംസാരിച്ച് അവരുടെ വിഷമങ്ങൾ കേട്ട് അവരെന്തിനു മരിച്ചു. നിങ്ങൾ പ്രേതമായിട്ടാണ്? അല്ല, പ്രേതമായിട്ട് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. പെണ്ണ് പ്രേതമായിട്ടാ? പെൺപ്രേതമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യോ? അതൊക്കെ അങ്ങനെ തുറന്നു പറയാൻ പാടില്ല. ഓ അപ്പൊ കളി തന്നെ. എന്ത് ഭാഷയാണത്? അല്ല അങ്ങനല്ല. നിങ്ങളെ ഇത് ഒരു ആത്മാവിനെ കളിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും മോശമായ കാര്യമാണ്. അല്ല ശരിക്കും ആത്മാവിനെ അങ്ങനെ കളിക്കാൻ പറ്റുമോ? എനിക്ക് കമ്പിക്കാൻ തരാൻ പോകുന്നല്ലേ? എല്ലാ മാഷ അല്ല മാഷോ? അല്ല വക്കീല. എന്റെ പേരെന്താ? എന്റെ പേരെന്താ? ശുക്കൂറാ. അല്ല ഫിലിപ്പ് എന്ന് എനിക്ക് പേര് വെക്കാൻ ഒരു കാരണമുണ്ട്. എന്താണ്? ആത്മാക്കളോട് കിന്നരിക്കുന്ന ഒരു ഇരട്ട പേരുണ്ട് എനിക്ക് അറിയോ? അതെന്താ? അതാ ഫിലിപ്പ്. കൊറേ ചോദ്യങ്ങളാണ് ചോദിക്കണം. കളിക്കാം. വേറെ ആരും വിളിക്കാൻ പറ്റല്ലോ. പരമങ്ങ് പരമു. നമുക്കൊരു കാര്യം നോക്കാം. പിന്നെ അക്ക് തീരെ ഇൻട്രസ്റ്റ് ഇല്ല ഇയാളെ കാര്യം അറിയാനൊന്നും. പിന്നെ ഗതിയോട് അയാൾക്ക് മോളാണ്. അയാൾക്ക് മോളുണ്ടോ നോക്കി. അല്ല, ഞാനൊക്കെയാണ് മോളെ കെട്ടിച്ചരാ. അല്ല അങ്ങനല്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഫീൽ ആയി എവിടെ ഈ അറ്റ്മോസ്ഫിയർ ഇതൊക്കെ കൂടെ കണ്ടിട്ട്? നമുക്ക് കോമഡി അല്ലാണ്ട് ഇവിടെ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. കോമഡിയൊക്കെ ഞാൻ കുറച്ച് രോമാഞ്ചെല്ലാം വരും, കുറച്ച് ദിവസം പഠിക്കുന്ന. നിങ്ങൾക്ക് ചിലപ്പോൾ 68 വയസ്സായതുകൊണ്ട് രോമാഞ്ചം വരാണ്ടിരിക്കുന്നതായിരിക്കാം. നമ്മൾ അങ്ങനത്തെ സ്പിരിറ്റ് അല്ല വന്നേക്കണേ. നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചും കൂടി യങ്ങായിട്ടുള്ള ആൾക്കാരെ വിളിക്കാൻ നോക്കാം. നല്ലൊരു പെണ്ണിനെ നോക്കി പിടിച്ച നമ്മ ഉദ്ദേശിച്ച ആളല്ല. ഞാൻ വിചാരിച്ച് മന്ത്രവാദിയെ ഇത് നല്ലൊരു സാധനം. ആറ്റം ചെറുക്കനെ തന്നെ ഇറക്കിക്കോ. വാ, ഇപ്പാണ് കളിയൊരു ഉഷാറായത്. വാ, എവിടെ വെക്കണോ? ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. വാ വെച്ചോ. അപ്പൊ പെണ്ണിനെ കിട്ടാൻ ഇറങ്ങി വാടേ സുശീലേ. പറഞ്ഞില്ലേ സീരിയസ് ആയിട്ട് എടുക്കണം. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഞാൻ നിങ്ങൾ പറഞ്ഞ പോലെ അല്ല. ഇവിടെ എന്ത് ചെയ്യുകയാണെങ്കിലും ഈ 60 വയസ്സുള്ള അല്ല, ഇത് പരമോട്ടൻ അയാളെ നമ്മൾ ഒഴിവാക്കുന്നോണ്ട് ചെയ്യുന്നതാ. പരമോട്ടൻ കല്ലിനോണിയാ. പരമോട്ടൻ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ പറയാം, പരമോട്ട കള്ളക്കളവ നിങ്ങൾ നമുക്ക് വേണ്ട. നമുക്ക് നല്ല ചെറിയ പൊമ്പിള്ളറായിട്ട് കിട്ടുമെങ്കിൽ അവരുമായിട്ട് നമുക്ക് എന്തൊക്കെ ഇത് കൊണ്ടുവന്നൊരു പരമോട്ട നല്ല പെണ്ണുങ്ങളെ. പിന്നെ ഇയാളെ കാര്യം നമ്മന്തിനാ മിക്കവാറും വല്ല പെൺപ്രേതം പിടിച്ച് എന്നെ കൊല്ലും. കുഴപ്പമില്ല. എന്റെ മരണം വല്ല യക്ഷികൾ ചെയ്യുന്നതായിരിക്കും. കാരണം അവര് വരെ വെറുതെ കാര്യം പറയട്ടെ, എന്റെ ഡ്രീമാണ് എന്ത് ഈ പെണ്ണ് അങ്ങനെ ഇതാക്കല്. ഇങ്ങനെ ആ പക്ഷിക്കും കൂടി ഒരു കൺസെപ്റ്റ് ഉണ്ടാവില്ലേ?
നല്ലൊരാളെ വേണമെന്നുള്ളത്. എന്റെ മോറ് കണ്ട് ആര് വരും എന്റെ അടുത്തേക്ക്? നമുക്ക് കളിക്കാം. എല്ലാ ഒരാളല്ലേ ഇവിടെ കൊല്ലപ്പെട്ടിട്ടില്ല, അപ്പൊ ഒരാളല്ലേ വരുത്താൻ പറ്റുമോ? അതാണ് വന്നതിപ്പോ. 18 വയസ്സ് അയാൾ വേണം, 20 വയസ്സ്. ഞാൻ പറഞ്ഞില്ലേ ഇതൊരു ദുരാത്മാവാണ്. ഇതില് നല്ല എന്താ ചെയ്യുന്നത്? കുര്യാക്കോസെ ഇത് നമ്മള് ഈ ഇരുത്തിരുന്നാ തന്നെ കുര്യാക്കോസ് ചീട്ട് കളിക്കാൻ വന്നിരുന്ന പോലെ കുര്യാക്കോസ് ഇതെന്താ ചീട്ട് കളിക്കാൻ വന്നിരിക്കുന്ന പ്രേതത്തിനെ പിടിക്കാൻ വന്നേ നമ്മള്. കുര്യാക്കോസിനെ കണ്ടിട്ട് വന്ന ആൾക്കാർ പോയിട്ടുണ്ടാവോ? അതൊക്കെ സംശയമുണ്ട്. കുര്യാക്കോസ് ഇതുവരെ അങ്ങനെ ഇരിക്കുന്ന നമ്മള് കണ്ടിട്ടില്ല. അതൊരു വയസ്സായ ആൾ ഇരിക്കുന്ന ഇരുത്തല്ലേ? ഇത് പരമോണ്ടെങ്ങാനും ശരിക്കണ്ട. ഇത് വിളിച്ചു വരുത്തുമ്പോ ആലോചിക്കണം. ചിരി തന്നെയല്ലേ ഉള്ളത്. ഇനി പരമോട്ടൻ നിങ്ങക്ക് എന്താ പണി? എന്താ ജോലി? ടൈല് പണി ഇവന്റെ പണി തന്നെയാണ്. നീ തേങ്ങ കൊപ്രാട്ട പോലെ നിക്കാണ്ട് ഒരു ഇത് നിക്ക്. നീ ശരിക്കും പരമോ? അതായത് ആ കാല് താത്ര ഏതെങ്കിലും ഒരാൾ വന്ന് വേറെ എന്തെങ്കിലും കാണോ? നല്ല പോലെ അത് കാര്യമില്ല. ഷഡിന് കിട്ടൂല. ഞാൻ പറഞ്ഞെന്ന് പറയോ, നമ്മുടെ അടുത്തേക്ക് വരാൻ ആരും ഇൻട്രസ്റ്റ് ആവുന്നില്ല. ഒന്നാമത്തെ എന്താ അറിയോ, എന്റെ കാമം എന്റെ കോമഡി.